കാസർഗോഡ് ചെറുവത്തൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടിയതിനെതിരെ CITU മദ്യശാല തുറക്കണമെന്നാവശ്യപ്പെട്ടുള്ള CITUവിൻ്റെ സമരം 20 ദിവസം പിന്നിട്ടു. സ്വകാര്യ ബാറിനെ സഹായിക്കാൻ CPM നേതാക്കൾ പണം വാങ്ങിയാണ് ഔട്ട്ലെറ്റ് പൂട്ടിച്ചതെന്നാണ് ആരോപണം. മദ്യശാലയ്ക്ക് മുന്നിൽ ഉയർത്തിയ ബാനർ CPM നേതൃത്വത്തിന് തന്നെ തലവേദനയായിരിക്കുകയാണ്. നവംബർ 23-നാണ് കൺസ്യൂമർ ഫെഡ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മദ്യവിൽപ്പനശാല തുറക്കുന്നത്. 9 ലക്ഷത്തോളം രൂപയുടെ റെക്കോർഡ് വിൽപ്പന നേടിയ മദ്യവിൽപ്പനശാല തൊട്ടടുത്ത ദിവസം പൂട്ടി. CPIM ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിൽ മദ്യവിൽപ്പനശാല പൂട്ടിയതിൽ പാർട്ടിക്കെതിരെ വിമർശനമുയർന്നു. ഇത്രയധികം വിറ്റുവരവുണ്ടാക്കിയ സർക്കാർ സ്ഥാപനം സ്വകാര്യ ബാറിനു വേണ്ടി CPIM നേതാക്കൾ പണം വാങ്ങി പൂട്ടിച്ചു എന്നാണ് ആരോപണം. സ്റ്റോക്ക് ചെയ്ത മദ്യം ഇപ്പോഴും മദ്യവിൽപ്പനശാലയ്ക്കുള്ളിലുണ്ട്. മദ്യത്തിന്റെ സ്റ്റോക്കെടുപ്പ് നടത്താൻ കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരും എക്സൈസും എത്തിയെങ്കിലും തൊഴിലാളികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഇതോടെ CITU മദ്യശാലയ്ക്ക് കാവൽക്കാരായി സമരവും തുടരുന്നു. കൺസ്യൂമർ ഫെഡ് ഇറക്കിയ നമ്മളെ ലോഡ് ഇറക്കുന്ന ആദ്യത്തെ ലോഡ് ഇവിടെ ഇറക്കുന്നു, പിറ്റേന്ന് തന്നെ സ്ഥാപനം പൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതെന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ കൺസ്യൂമർ ഫെഡിനോടാണ് പറയുന്നത്, ഈ സ്ഥാപനത്തിൽ ഇവിടെ ഇറക്കിയ സാധനങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വിടില്ല എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. CPIM നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന വിമർശനങ്ങൾ മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ കെട്ടിയ ബാനറുകളിൽ ഉയർന്നു. തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. എന്തിനാണ് ബിവറേജ് പൂട്ടിയതെന്ന ചോദ്യം പലതവണ ഉയർന്നിട്ടും നാളിതുവരെയായിട്ടും ഉത്തരമില്ല. ആകെ ഒരു ദിവസം മാത്രമേ ഇത് പ്രവർത്തിച്ചിട്ടില്ല. അത് എങ്ങനെ പൂട്ടിയെന്ന് എന്തിനു പൂട്ടിയെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ദിവസം പ്രവർത്തിച്ചിട്ട് 9 ലക്ഷത്തോളം രൂപയുടെ കളക്ഷൻ ഉണ്ടായതാണ്. അപ്പം അത് 9 ലക്ഷം എന്നുള്ളത് ബാറിലേക്ക് എത്തിക്കാൻ ഏകദേശം 12 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടാവും. അപ്പോൾ അത്രയും തുക അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർ ആർക്കോ കൊടുത്തു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് നാട്ടിലെല്ലാവരും പറഞ്ഞു നടക്കുന്ന കാര്യം. അതാണ് ആ സൂപ്പർ പവർ ആരെന്ന് നമുക്ക് അറിയേണ്ട, എല്ലാവർക്കും അറിയേണ്ടത് അതാണ്. CPIM പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്തെത്തി പ്രതിഷേധിക്കുകയാണ്. മദ്യശാല വിവാദം കത്തിപ്പടരുമ്പോൾ പാർട്ടി നേതൃത്വം ഉത്തരം പറഞ്ഞേ മതിയാകൂ. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.